തിരുഹൃദയത്തിൻ മുൻപിൽ. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, 40-ാം പള്ളിയുടെ ഈ ദിവസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ കാണപ്പെടുന്ന പ്രകാശത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുക. നമുക്കറിയാം, അന്ധകാരം എല്ലാ തരത്തിലുള്ള നരബാധകളിൽ നിന്നും പിശാചുകളുടെ അവകാശവും ഏവർക്കും നിർഭാഗ്യവും വ്യസനവും വരുത്തുന്നതാണ്. പ്രകാശമാകട്ടെ ശരിക്കും പറഞ്ഞാൽ മോശവാസികളുടെ ഓഹരിയും സ്വർഗത്തിലെ ഭാഗ്യവും സകലർക്കും ആനന്ദപ്രദവുമാകുന്നു. അതിനാൽ പിശാചുകൾ അന്ധകാര പ്രഭുക്കളെന്നും വിശുദ്ധ അരൂപികൾ പ്രകാശത്തിൻ്റെ പുത്രന്മാരെന്നും വിളിക്കപ്പെടുന്നു. അന്ധകാര പ്രഭുക്കളുടെ ഇടയിൽ അന്ധകാരം മാത്രം. അവർ ദൈവനന്മയിൽ നിന്ന് അകന്ന് തിന്മയിൽ സ്ഥിരപ്പെട്ട് ഇരിക്കുന്നു. വിശുദ്ധ അരൂപികളുടെ ഇടയിലാകട്ടെ ശോഭയും പ്രകാശവും. അവർ ദൈവപ്രസാദത്തിൽ അലങ്കൃതരായി ദൈവനന്മയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നതുമാണ്. എന്നാൽ സ്വർഗീയ മഹിമയുടെ പ്രകാശവും സകല മോശവാസികളുടെ ശോഭയും ദൈവപുത്രനായ ഈശോ മിശിഹായാണ്. തൻ്റെ ശോഭയാൽ ആകാശത്തെ പ്രകാശിപ്പിക്കുകയും അന്ധകാരത്തിലിരിക്കുന്ന ഭൂവാസികൾക്ക് വെളിച്ചം നൽകുകയും ഈശോ ചെയ്യുന്നു. മലാക്കിയുടെ പുസ്തകത്തിൽ പറഞ്ഞു തരുന്നു, അവിടുന്ന് നീതിയുടെ സൂര്യനാകുന്നു. മിശിഹാ തന്നെ അരുളി ചെയ്തത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ആയുസ്സിൻ്റെ വെളിച്ചം കിട്ടുകയും ചെയ്യും. അവനിൽ ജീവനുണ്ടായിരിക്കും എന്ന് ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നു എന്നും സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ നമ്മളോട് പറഞ്ഞു തരുന്നു. ആകയാൽ മിശിഹായെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ആത്മാക്കളെ, ഈശോയുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിയും ജ്വാലയും തൻ്റെ ദൈവത്വത്തെയും തനിക്ക് മനുഷ്യന് നേരെയുള്ള സ്നേഹത്തെയും അറിയിക്കുന്നു. ഈ ദിവ്യഹൃദയ പ്രകാശവും ശോഭയും സ്വർഗവാസികളുടെ പ്രകാശവും ഭൂവാസികളെ സ്വർഗത്തിലേക്ക്, അന്ധകാരമായ സ്ഥലത്ത് നിന്ന് ആത്മീയ പ്രകാശത്തിലേക്ക് ക്ഷണിക്കുന്നു. ഒരിക്കലും കെടാത്ത വെളിച്ചവും ആകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈശോയുടെ ഈ 40-ാം പള്ളിയുടെ ദിവസത്തിൽ അനുദപിക്കാം, പശ്ചാത്തപിക്കാം. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.